ഒത്തിരി കാലമായിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഞങ്ങളുടെ ഞാൻ, എൻ്റെ ഉമ്മ, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഇക്ക, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ആഗ്രഹമായിരുന്നു ഒരു വൺ ഡേ ട്രിപ്പ് എവിടെയെങ്കിലും പോകണം എന്നുള്ളത്. അങ്ങനെ സെർച്ച് ചെയ്തതിന് ശേഷം അവസാനം ഞങ്ങൾക്ക് കിട്ടിയ സ്ഥലമാണ് നമ്മുടെ കോന്നിയിലുള്ള അടവി എക്കോ ടൂറിസം. കോന്നിയിൽ തന്നെയാണ് നമ്മുടെ ആനക്കോട്ടയം, അവിടെ ഉള്ളതാണ് ഈ അടവി എക്കോ ടൂറിസം. അപ്പം ഞങ്ങൾ ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു കോന്നി അടവി എക്കോ ടൂറിസം പോകണം, കാണണം എന്നൊക്കെ ഉള്ളത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇറങ്ങി. പത്തനംതിട്ട വഴിയാണ് ഞങ്ങൾ കോന്നിയിലോട്ട് വന്നത്. ഫുള്ള് കാണാൻ നല്ല അടിപൊളി ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തിരക്കുകളൊന്നും ഇല്ലാതെ, ഞങ്ങൾ ചെന്ന സമയത്ത് തിരക്കുകളാവാത്തതാണോ ഇനി പൊതുവെ തിരക്ക് കുറവാണോ എന്നറിയില്ല, വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കുറേ പഴയ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഈ കൊട്ടവഞ്ചിയും അതിൻ്റെ തടി കൊണ്ടുള്ള റെസ്റ്റോറൻറ്റും ഊഞ്ഞാലും പിന്നെ ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പുകളൊക്കെയാണ് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. കോന്നി ഡാമിൻ്റെ ഒരു ഭാഗം ഈ പ്ലേസിൽ കൂടെയാണ് പോകുന്നത്. ഈ കോന്നി അടവി എക്കോ ടൂറിസത്തിനകത്തൂടെയാണ് മെയിനായിട്ട് അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊട്ടവഞ്ചി സവാരിയാണ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഈ കൊട്ടവഞ്ചി സവാരി തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ വലിയ ഈ കൊട്ടവഞ്ചിയിലും ബോട്ടിലും അങ്ങനെയൊന്നും കയറിയിട്ടില്ല. അപ്പം നമുക്ക് പറ്റുന്നത് കൊട്ടവഞ്ചി സവാരിയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്തത്. ആ ആറ്റിലേക്ക് ഇറങ്ങുന്ന വഴിയൊക്കെ ഭയങ്കര അടിപൊളി വഴിയാണ്. നമുക്ക് ഭയങ്കര എന്തോ പണ്ടത്തെ റൂട്ടോ കാര്യങ്ങളൊക്കെ, വലിയ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാതെ ആ കാടിൻ്റെ സൗണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട്, കുറേ കിളികളുടെ സൗണ്ട്. ഈ സമയം അത്രയ്ക്ക് വെള്ളമില്ലാത്ത സമയമായിരുന്നതുകൊണ്ട് വലിയ ഒഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിൽ പോലും അവർ ജാക്കറ്റും സേഫ്റ്റി സാധനങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ട്. അതൊക്കെ ഇട്ട് ഞാനും എൻ്റെ ഇത്താടെ 2 കുട്ടികൾ, എൻ്റെ ഉമ്മ, എൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൊട്ടവഞ്ചിയിലോട്ട് കയറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചങ്ങോട്ട് പോയാൽ വലിയ പറയത്തക്ക നമുക്ക് പേടിക്കാത്തക്ക ആഴങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല ആ വെള്ളത്തിൽ ഇങ്ങനെ സ്വന്തമായിട്ട് നമുക്കങ്ങനെ പോകാൻ പറ്റുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. വിത്ത് ഫാമിലി ആയിട്ട് നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞു നല്ലൊരു സുഖമാണ്, നല്ലൊരു വൈബാണ്. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കിട്ടിയ ആ ചേട്ടൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നു, കുറേ സംസാരിക്കുന്നു. പുള്ളിയുടെ കുറേ ഫാമിലി കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നു. പുള്ളി പറഞ്ഞു ഇടയ്ക്ക് ആന, 2 സൈഡും വനമാണ്, ഈ ആറിൻ്റെ 2 സൈഡും വനമാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങേ കരയിന്ന് ഈ ആറ്റിൻ്റെ നടുക്കൂടി ആന കയറി പോകലുണ്ടെന്ന്. ഇപ്പം വെള്ളമൊക്കെ കുറവായതുകൊണ്ട് അങ്ങനെയില്ല, പക്ഷേ ഇടയ്ക്ക് അങ്ങനെ പോകലുണ്ട്. ഇടയ്ക്ക് മഴ പെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം ഉയരും. അപ്പോൾ ഈ കൊട്ടവഞ്ചി സവാരികളൊക്കെ ക്ലോസ് ചെയ്യും. ഇപ്പം മഴയില്ലാത്തത് കൊണ്ടും വേനൽക്കാലം ആയതുകൊണ്ടും തന്നെ ആണ് ഇതിപ്പം നടക്കുന്നതെന്ന്. പക്ഷേ സംഭവം നല്ല അടിപൊളി സ്ഥലമാണ്. പോയാൽ ഒരു ദിവസം നമുക്ക് കംഫർട്ടബിളായിട്ട് നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവിടെ സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല. പോയി ഇതെല്ലാം കണ്ട് സവാരിയൊക്കെ ചെയ്ത് നേരെ ആനക്കോട്ടയിൽ പോയി ആനയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമുക്കൊരു 1 ഡേ സെലിബ്രേറ്റ്